ഷെങ്കൻ വിസയുടെ തലവേദനകളില്ലാതെ, യൂറോപ്പിന്റെ ചിലവുകളില്ലാതെ ഒരു യൂറേഷ്യൻ കൺട്രി വിസിറ്റ് ചെയ്യണമെന്നുണ്ടോ? കണ്ടാൽ പാരീസ് പോലുള്ള സിറ്റീസ് ഉള്ള യൂറോപ്പിലും ഏഷ്യയിലുമായി കിടക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ കൺട്രി. ഹായ്, ഐ എം അഞ്ജു. വെൽക്കം ടു മൈ അസർബൈജാൻ സീരീസ് പാർട്ട് 1. സത്യം പറഞ്ഞാൽ അസർബൈജാൻ ഒരു സർപ്രൈസ് പാക്കേജാണ്. ഇന്ത്യക്കാർക്ക് 2-3 ദിവസങ്ങൾക്കുള്ളിൽ ഇ വിസ റെഡിയാവുന്ന, ഖത്തറിൽ നിന്നും 3 hours മാത്രം ട്രാവൽ ടൈമുള്ള ഒരു കൺട്രി. 1000ഓളം വർഷങ്ങളായി മഞ്ഞിലും മഴയിലും നിർത്താതെ കത്തുന്ന ഒരു മലയും ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഡ് വോൾക്കാനോസ് ഉള്ളതും ഇവിടെയാണ്. കണ്ടാൽ റിയൽ ആണോ എന്ന് ഒരു ഡൗട്ട് തോന്നും. പിന്നെ ബാക്കു സിറ്റി, സ്ട്രെയിറ്റ് അവേ പാരീസ് വൈബ്. ഡിസംബറിൽ പോയ നല്ല അടിപൊളി ക്രിസ്മസ് വൈബ് വരുന്ന നിസാമി സ്ട്രീറ്റ്. നിങ്ങൾക്ക് എന്നെ പോലെ മഞ്ഞും മലയൊക്കെ ഇഷ്ടമാണെങ്കിൽ നേരെ ഗബാലയിലേക്ക് വിട്ടോളൂ. ഗബാല ഒരു മഞ്ഞിൻ്റെ കൂടാരമാണ് വിൻ്റർ ടൈമിൽ. ഇനി അസർബൈജാനി ഫുഡ് ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. വെറൈറ്റി ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ഡെസ്റ്റിനേഷനാണ്. വെജിറ്റേറിയൻ, ഇന്ത്യൻ ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ ഇഷ്ടം പോലെ പൊമഗ്രാനേറ്റ് ജ്യൂസ് കുടിക്കാൻ മറക്കരുത്. ഇവരുടെ നാഷണൽ ഫ്രൂട്ടായ പൊമഗ്രാനേറ്റ് ഇവിടെ എല്ലാ കോർണറിലും ജ്യൂസായി മേടിക്കാൻ കിട്ടും. അസർബൈജാൻ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കൺട്രിയാണ്. അസർബൈജാനി മനാത്താണ് കറൻസി. പോകുന്നതിന് മുൻപ് ഡോളർ ആക്കി കൊണ്ടുപോയാൽ അവിടെ ഏതൊരു ലോക്കൽ ബാങ്കിൽ നിന്നും ഈസിയായി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽഡ് ഐറ്റനറി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ ആൻഡ് ഫോളോ മീ ഫോർ മോർ സച്ച് കണ്ടൻറ്റ്സ്.